ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മത്തങ്ങ വറവാണ്. അതിനാദ്യം സ്റ്റൗവിൽ പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഇടുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി ചതച്ചതും കൂടി ഒന്ന് വഴറ്റി വരണം. ഒരു ഗോൾഡൻ കളർ ആവട്ടെ കേട്ടോ. അന്നേരം നമ്മൾ നീർങ്ങനെ മുറിച്ച് വെച്ചതാണ് മത്തങ്ങ, അത് ഇടുവാന്ന് കേട്ടോ. നല്ല നീർങ്ങനെ മുറിച്ച് വെച്ചതാണ്. അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാന്ന്. നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാന്ന്, വഴറ്റുന്നില്ല, ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുവാന്ന് കേട്ടോ. എന്നിട്ടാകുമ്പോൾ നമ്മളെ പൊടികൾ ഇടുവാന്ന് കേട്ടോ. കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ഇത്ര പോരാന്നിട്ട് ഇടുന്നത്. വേറെ ഒന്നും ഇടുന്നില്ല, ഇത്രേ ഇടുന്നുള്ളൂ. എന്നിട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് എല്ലാം ഈ എരിവും അതൊക്കെ പിടിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെക്കുവാന്ന് കേട്ടോ. അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോഴത്തേക്ക് വേഗം വെന്തോളൂ കേട്ടോ. മത്തങ്ങ നീർങ്ങനെയല്ലേ മുറിച്ചിട്ടത്, അപ്പോൾ വേഗം വേവുകയെ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് തേങ്ങ ചിരകിയത് ഇടുന്നുണ്ട്. കുറച്ചേ വേണ്ടൂ, അധികം വേണ്ട. കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് എല്ലാവരുടെയും മിക്സ് ചെയ്ത് യോജിപ്പിക്കണം കേട്ടോ. യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഏകദേശം യോജിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും കൂടി വേണമെങ്കിൽ അടച്ചു വെച്ചോ കേട്ടോ. അടച്ചു വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചോ, അപ്പോഴത്തേക്ക് ആവട്ടെ നമ്മളെ മത്തങ്ങ വറവ്. അടച്ചു വെച്ച് ഏകദേശം ഒന്നും കൂടി ഒന്ന് ഇളക്കുന്നുണ്ട്. ഇളക്കി അതിലെന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വറ്റട്ടെ. അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ടായിട്ടുണ്ട് കേട്ടോ നമ്മളെ മത്തങ്ങ വറവ്. നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറ്, അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ താങ്ക് യു.